മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇന്റർനെറ്റ് കൂട്ടായ്മയായ കേരള ഹൗസ് എന്നിവർ സംയുക്തമായി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. സദാദിലെ അസീലി കോൺട്രാക്ട് ലേബർ ക്യാമ്പിൽ വെച്ച് നടന്ന നോമ്പുതുറ സംഗമത്തിൽ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ 150ഓളം പേർ പങ്കെടുത്തു. ഈ പുണ്യമാസത്തിന്റെ പ്രസക്തി വിളിച്ചോതിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തകരും തൊഴിലാളികളും തോളോട് തോൾ ചേർന്ന് വെറും നിലത്തിരുന്നായിരുന്നു നോമ്പ് തുറന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നായി 150ഓളം തൊഴിലാളികളായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്. लोगों ने यहाँ पर आकर हमारे रोजगारों के लिए आप इफ्तार कराइए. आप लोगों का अल्लाह का बहुत बड़ा एहसान है. ओके, शुक्रिया. आप लोग इस तरह किया तो सब आदमी के लिए, गरीब के लिए. फिर मानव से इतना दूर आए, आप लोग बड़ा बड़ा आदमी है, उसके लिए थैंक यू. നോമ്പുതുറയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവും ഡെയിലി ട്രിബ്യൂൺ മാനേജിംഗ് എഡിറ്ററുമായ സോമൻ ബേബി, ഡെയിലി ട്രിബ്യൂൺ ആൻഡ് 4PM ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ, ICRF ചെയർമാൻ ജോണൈബ്, ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ ആർ പവിത്രൻ, ഉമർ ഖാൻ, സലീം അൽ ജുമൈൽ, KR നായർ എന്നിവർ സംസാരിച്ചു. ബഹ്റിനിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു സായന്തനം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ വിഷൻ ഇങ്ങനത്തെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചതിൽ സാധാരണക്കാരൻ്റെ ഇടയിൽ സാധാരണക്കാരൻ്റെ കൂടെ സാധാരണ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇഫ്താർ, അത് ഈ പുണ്യമാസത്തെ കൂടുതൽ ന്യായീകരിക്കുകയാണ്. ഈ തൊഴിലാളികളെ സംബന്ധിച്ചോളം അവർക്ക് ഫാസ്റ്റിംഗ് അവർക്കൊരു പ്രത്യേകതയല്ല. കാരണം പലപ്പോഴും വിശപ്പ് എന്താണെന്ന് അറിഞ്ഞവരാണ്. ഇത് അധികം അറിയാത്ത ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവരോടൊപ്പം ഇരുന്ന് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യ വിഷനും മലബാർ ഗോൾഡും കേരള ഹൗസും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങൾ ഇന്ത്യ വിഷൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. മരച്ചോട്ടിൽ മണ്ണിലിരിക്കുക, അതിന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. അത്ര സാധാരണ മനുഷ്യർ, സാധാരണ രീതികൾ, ഇത് സവിശേഷമായൊരു അനുഭവം. ഇപ്പോൾ ഇത്തരം ഒരു അനുഭവം തേടിപ്പോകേണ്ടിയിരിക്കുകയാണ്. കേരള ഹൗസ് എന്ന ബഹ്റൈനിലെ സജീവമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്ക് വളരെ പ്രത്യേകമായ രീതിയിൽ ഒരു നോമ്പുതുറ ഇവിടെ സംഘടിപ്പിച്ചു. സാധാരണഗതിയിൽ ഇഫ്താർ പാർട്ടികൾ ഹോട്ടലുകളിലും മറ്റാണ് നടത്തി കാണാറുള്ളത്. പക്ഷേ ഈ ലേബർ ക്യാമ്പിൽ നടത്തുന്ന ഇഫ്താർ പാർട്ടി തികച്ചും സാധാരണക്കാർക്കിടയിൽ സാമൂഹ്യ പ്രവർത്തകർ ഇറങ്ങി വരുന്നു എന്നത് ബഹ്റിൻ്റെ ഒരു പ്രത്യേകതയായി നാം കണ്ടെത്തേണ്ടതുണ്ട്. പവിത്രൻ നീലേശ്വരം, KT സലീം, പ്രവീൺ ബാലൻ, സലാം അസീസ്, ബിനീഷ്, ഇസഹാക്ക്, റാഫി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. EV രാജീവൻ സ്വാഗതവും പ്രവീൺ ബാലൻ നന്ദിയും പറഞ്ഞു. അബ്ദുൽ കലാം, സുബേർ സി ബാബു, പ്രമോദ് തിരൂർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. EV രാജീവൻ, ഇന്ത്യ വിഷൻ, ബഹ്റൈൻ.